നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 583 583. ഈ ഹെഡിങ് രാസക്രീഡ തുടങ്ങുകയാണ്. 8 സർഗങ്ങൾ ഇങ്ങനെയാണ്. അതായത് 77 മുതൽക്ക് 78, 80, 81, 82, 83, 84. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് എന്തായിരുന്നു ചോദിക്കുകയാണെങ്കിൽ, വരുണ സമൃദ്ധി, ഗോപന്മാർക്ക് വൈകുണ്ഠ ദർശനം. കഴിഞ്ഞ അദ്ദേഹം വളരെ സീരിയസ് ആയിരുന്നു. ഗോകുലത്തിലുള്ളവർക്കൊക്കെ, കാരണം ഗോകുലനാഥനായിരിക്കുന്ന നന്ദഗോപര് അസമയത്ത് കുളിക്കാൻ പോയപ്പോൾ ഈ വരുണൻ്റെ ഒരു കിങ്കരൻ വന്നു വരുണാലയത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ വന്ന ആളെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ എന്നുള്ള നിലയ്ക്ക് വളരെയധികം ബഹുമാനത്തോടു കൂടി അദ്ദേഹത്തിനെ സ്തുതിച്ച് നമസ്കരിച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചു. അപ്പോൾ നേരം വിളിച്ചായിട്ടും അച്ഛനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ യശോദാദേവി പറഞ്ഞു, ഇന്ന് കുളിക്കാൻ പോയിട്ട് വന്നില്ലല്ലോ കൃഷ്ണ, പോയി അന്വേഷിക്കുമെന്നായി. ഭഗവാൻ പോയി അന്വേഷിച്ചു. ഭഗവാൻ ദിവ്യദൃഷ്ടിയുള്ള ആളാണ്. ഭഗവാൻ നേരെ പോയി വരുണാലയത്ത് പോയി ഭഗവാനെ ക്ഷമിക്കണം എന്ന് വരുണൻ പറഞ്ഞു. വരുണൻ ഭഗവാനെ സ്തുതിച്ച് അമൂല്യങ്ങളായിട്ടുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്ത് മടക്കി അയച്ചു. ഈ വിവരം ഗോപന്മാരോട് പറഞ്ഞപ്പോൾ ഗോപന്മാരെല്ലാവരും സന്തുഷ്ടചിത്തന്മാരായി, എന്താണെന്ന് പറയുക, വിസ്മയചിത്തന്മാരായി. അപ്പോൾ ഭഗവാന് തോന്നി, ഇവർക്ക് ഒരു പ്രാവശ്യം ഞാൻ എല്ലാവർക്കും വൈകുണ്ഠം ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് വൈകുണ്ഠ ദർശനം ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ അതിൽ വിരാജമാനായിരിക്കുകയാണ്. അതായത് വിഷ്ണുവിന് പകരം ഭഗവാൻ ശ്രീകൃഷ്ണൻ അനന്തശായിയിൽ. ഇത് കണ്ടോടുകൂടിയിട്ട് അവർ മനസ്സിലായി, ഇയാൾ ചില്ലറക്കാരനല്ല. അപ്പോഴേക്കും ഭഗവാൻ മായയെ പ്രയോഗിച്ചു. അവർ പഴയ മാതിരിയായി. ഇനി അപ്പോൾ 76 അപ്പോൾ അതിലെ അവസാനത്തെ ശ്ലോകം എന്തായിരുന്നു? ഈവണ്ണം അമ്പോട് അരവിന്ദദളയതാക്ഷൻ ഗോവിന്ദൻ എന്ന തിരുനാമമോടേറെ മിന്നി ശ്രീവല്ലഭൻ്റെ അത് 75 ആയിരുന്നു. അപ്പോൾ അത് മുഴുമിക്കാം. ശ്രീവല്ലഭൻ്റെ കനിവാലുടൻ ആജ്ഞയോടെ ദേവേന്ദ്രനും വിലസി വിൻപുരി പൂകി മന്ദം. അതല്ല ഇപ്പം നമ്മുടെ സബ്ജക്റ്റ്. നമ്മുടെ 76 അവസാനത്തെ ശ്ലോകം എന്താ? അതുമട്ടിൽ മഹാപ്രഭുത്വം മറന്ന് അങ്ങ് അഭിവന്ദ്യപ്രഭനാം പരമ്പുമാനെ അരികിൽ കളിയാടി നിൽപ്പതായി കണ്ട് അതിസന്തോഷമിയെന്നു സർവപേരും എന്ന് പറഞ്ഞു. ഇനി നമ്മൾ രാസക്രീഡയിലേക്ക് പോവുകയാണ്. രാസക്രീഡ 1, അതിലൊന്നാമത്തെ ശ്ലോകം. ഭഗവാൻ അരുളി ചെയ്ത ശരൽക്കാലമണഞ്ഞിടാൻ ഓരോ നാളും യുഗം പോലെ ഗോപിമാരുന്തി നീക്കവേ. അതായത് ഗൗരി പൂജ നടത്തി ഗോപസ്ത്രീകൾ. അപ്പോൾ ഭഗവാൻ വസ്ത്രങ്ങളൊക്കെ അപഹരിച്ചു. ഒടുക്കം കാലം നാണം ശരീരാഭിമാനം തോന്നാൻ പാടില്ല എന്ന് ഇവരെ വേദാന്തത്തിൻ്റെ മറുകര എത്തിക്കാൻ വേണ്ടി ഭഗവാൻ അവർക്ക് അനുഗ്രഹാശിസ്സുകൾ കൊടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ശരൽക്കാലത്തുണ്ടാവുന്ന ഒരു ദിവസം നമ്മളെല്ലാവരും യമുനാ നദിയുടെ കരയിൽ ആനന്ദിക്കും എന്നൊരു വാക്ക് പറയുന്നുണ്ടായി. അതാണ് ഈ രാസക്രീഡ. അത് നമ്മൾ വിചാരിക്കുന്ന കൂട്ടത്തിൽ, അല്ലെങ്കിൽ സാധാരണക്കാർ വിചാരിക്കുന്ന പോലെ ഒരു കുറേ സ്ത്രീകളും ഒരു പുരുഷനും കൂടിയിട്ടുള്ള ഒരു ശാരീരിക വീഴ്ചയല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആധ്യാത്മികത്തിൻ്റെ മറുതല വേദാന്താണത്. സത്യം പറഞ്ഞാൽ ഒരു കൃഷ്ണൻ കഴിഞ്ഞാൽ ഒരു ഗോപി, ഒരു ഗോപി കഴിഞ്ഞാൽ ഒരു കൃഷ്ണൻ. അങ്ങനെ എത്ര ഗോപിമാരുണ്ടോ അത്ര കൃഷ്ണനാണ്. അപ്പോൾ കൃഷ്ണൻ്റെ പ്രായം 7-8 വയസ്സാണ്. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പാപഭംഗിലമായ മനസ്സുള്ളവർക്ക് ഇതിന് കൂത്താട്ടം എന്നുള്ള പേരിൽ നിഷേധിക്കുള്ളൂ. എന്തോ ആവട്ടെ. അപ്പോൾ ഇവിടെ ഭഗവാൻ അരുളി ചെയ്ത ശരൽ കാലം മണഞ്ഞിടാൻ ഓരോ നാളും യുഗം പോലെ ഗോപിമാരുന്തി നീക്കവേ വിശേഷനും അകക്കാമ്പിൽ ഓർത്താൻ മായാധിനായകൻ. ആരാ? ഭഗവാൻ. വിശേഷനും അകക്കാമ്പിൽ ഓർത്താൻ മായാധിനായകൻ
വാർമുല്ല പൂത്തൊര കന്നിനിലാവിൽ വിഹരിക്കുവാൻ. വാർമുല്ല പൂത്ത ഒര കന്നിനിലാവിൽ, കന്നിനിലാവ് വിഹരിക്കുവാൻ. കിഴക്കേ ദിക്കിൽ അന്നേരം ഉദിച്ചു കുളിർവാർമതി. ചന്ദ്രൻ ഉദിച്ചു. കിഴക്കേ ദിക്കിൽ അന്നേരം ഉദിച്ചു കുളിവാർമതി. കുളിര് തരുന്നത് ചന്ദ്രൻ, സൂര്യനല്ല. മരച്ചാർത്തിൻ്റെ മറവിൽ കോടിയോമൽ കരങ്ങളാൽ ഇന്ദ്രദിക്കിൻ്റെ നെറ്റി തൊടിച്ചു കുളിർ കുങ്കുമം മഞ്ഞിടത്തിനെടും താപമാകെ മാറ്റി വിളങ്ങിനാൻ. അവസാനത്തെ ശ്ലോകം ശ്രദ്ധിക്കണം. ഇന്ദ്രദിക്കിൻ്റെ നെറ്റിക്ക് തൊടിച്ചു കുളിർ കുങ്കുമം, അതായത് വെള്ളക്കുങ്കുമം പൂശിയെന്നർത്ഥം. മഞ്ഞിടത്തിനെഴും താപമാകെ മാറ്റി വിളങ്ങിനാൻ. ലോകർക്കുള്ള മാനോചഞ്ചല്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലുണ്ടാവുന്ന അറിവില്ലായ്മയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ രാസക്രീഡ എന്ന് മനസ്സിലാക്കണം. മന്ദസ്മിതാദ്രമാം രാധാമുഖം പോൽ അതിമഞ്ജുളം മിന്നീടും അശരശ്ചന്ദ്രമണ്ഡലം പ്രഭു നോക്കവേ. ശ്രീകൃഷ്ണൻ നോക്കുമ്പോൾ വെണ്ണിലാവിനാൽ വെള്ളി അലുക്കിട്ടതുമാതിരി. എന്താ തോന്നിയത്? വെണ്ണിലാവിനാൽ നല്ല സൂര്യോദയം അല്ലേ? അപ്പോൾ വെണ്ണിലാവിനാൽ വെള്ളി അലുക്കിട്ടതുമാതിരി, വെള്ളി പൂശിയ പോലെ വൃന്ദാവനം മുഴുവനും വിളങ്ങി വളർക്കാന്തിയാൽ, അതായത് ചന്ദ്രപ്രഭയിൽ. താരങ്ങൾ വെണ്ണിലെങ്ങെങ്ങും കൊളുത്തി ചന്ദനത്തിരി എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദനത്തിരി കത്തുന്ന പോലെയാണ് ഈ എന്താ പറയുക നക്ഷത്രങ്ങൾ ഉദിച്ചത്. അപ്പോൾ താരങ്ങൾ വിണ്ണിൽ അങ്ങെങ്ങും കൊളുത്തി ചന്ദനത്തിരി തലയാട്ടി രസിച്ച് അശ്രുപൊഴിക്കും വൃക്ഷപംക്തികൾ. അതെന്താ? തലയാട്ടി രസിച്ച് കാറ്റ് വീശുമ്പോൾ മരങ്ങളുടെ ചില്ലകൾ ഇളകും. അപ്പോൾ പൊഴിക്കും വൃക്ഷപംക്തികൾ. എന്താ? തലയാട്ടി രസിച്ച് അശ്രു പൊഴിക്കും. അശ്രു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞ് ഉള്ള സമയത്ത് ഈ തെങ്ങിൻ്റെ ഓലയിൽ നിന്നും മരങ്ങളുടെ ഇലയിൽ നിന്നും വെള്ളം ഒറ്റിട്ട് വീഴും. അതാണ് അശ്രു പൊഴിക്കൽ. അപ്പോൾ വിരിച്ചു പുഷ്പപാസ്തരണം നാഥന് വിഹരിക്കുവാൻ. സാക്ഷാൽ ലോകൈകനാഥന് വിഹരിക്കാൻ വേണ്ടി വിരിച്ചു പുഷ്പാസ്തരണം, എല്ലാ പുഷ്പങ്ങളും കൂമ്പി നിൽക്കുന്നത്. താമരയാണെങ്കിൽ ശരി, വേറെ എന്തൊക്കെ പൂക്കളുണ്ടോ, മുട്ട് കാണാല്ലേ, എല്ലാ പൂക്കളും വിരിഞ്ഞു. വിരിച്ചു പുഷ്പാസ്തരണം നാഥന് വിഹരിക്കുവാൻ. പൂവളുക്കു തുറന്നെങ്ങും വീശി പൈന്തന്നൽ വാർമണം. പൂവളുക്കു തുറന്നെങ്ങും, പൂവിൻ്റെ അളുക്ക്, പൂവളുക്കു തുറന്നെന്നും വീശി പൈന്തന്നൽ വാർമണം. നല്ല സുഗന്ധം നിറച്ചിട്ടുള്ളതായിട്ടുള്ള മന്ദമാരുതൻ എല്ലാ സ്ഥലത്തും. ആമട്ടഴും പ്രകൃതി തൻ കാന്തി കണ്ട്. പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ. ആമട്ടഴും പ്രകൃതി കാന്തി കണ്ട് അഖിലേശ്വരനോട് കുഴലെടുത്ത് അമ്പാർന്നോതിനാൻ വിശ്വമോഹനം. വിശ്വമോഹനം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം പറയണം. എന്താ? വിശ്വത്തെ മോഹിപ്പിക്കുക, വിശ്വത്തെ മോഹത്തിൽ നിന്ന് നിറവേറ്റുക. അത് അവരവരുടെ മനസ്ഥിതിക്കനുസരിച്ച്. ഭഗവാന്റെ ഓടക്കുഴൽ നാദത്തിൻ്റെ ആദ്യ ബീജാക്ഷരം ഹ്രീം എന്നാണ്. എന്ന് പറഞ്ഞാൽ കാമരാജമന്ത്രമാണത്. കാമനകളെ ത്യജിച്ചവർക്ക് മാത്രമേ ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴലിൽ നിന്ന് വരുന്ന സംഗീതം എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ കളഗീതാമൃതം കാതിലൂറ്റും കൃഷ്ണൈക ചിത്തകൾ. കളഗീതാമൃതം എന്താ? അത് ഭഗവാന്റെ ഓടക്കുഴൽ സംഗീതം. കളഗീതാമൃതം കാതിലൂറ്റും കൃഷ്ണൈക ചിത്തകൾ. കൃഷ്ണ ഏക ചിത്തകൾ, കൃഷ്ണനെ പറ്റിയിട്ടുള്ള മാനസികാവസ്ഥകൾ മാത്രം. കൃഷ്ണൈക ചിത്തകൾ അന്യോന്യം അറിയാതോടി വന്നാരവിടെ വരും. അന്യോന്യം അറിയാതെ ഓടി വന്നാരവിടെ വരും. ഗോപസ്ത്രീകൾ എല്ലാവരും ഓടി. എങ്ങോട്ട്? ഭഗവാന്റെ
ഈ ഓടക്കൊഴുന്നാതുള്ളവർ വേറൊരാളെ കാണുന്നില്ല. എല്ലാവരും വെച്ച് പിടിക്കണത് എങ്ങട്ടാ? ഭഗവാന്റെ മാധുരി പിന്നെ ഓടക്കൊഴുൻ്റെ നാദവിസ്മയം കേട്ട സ്ഥലത്തേക്ക് ഓടിപ്പോവാണ്. അപ്പോൾ കളഗീതാമൃതം കാതിലൂറ്റും കൃഷ്ണൈക ചിത്തകൾ അന്യോന്യമറിയാതോടി വന്നാറവിടം ഏവരും കറന്നിടുവതും നിർത്തി. ചിലർ പശുവിനെ കറക്കുക, അപ്പോഴാണ് ഓടക്കൊഴിൽ നിർത്തിയോടെ ഓടി. കറന്നിടുവതും നിർത്തി ഉടൻ കണ്ണെഴുതിയിടലും. ചിലർ കണ്ണെഴുതാണ്, ഒരു കണ്ണെഴുതിയിട്ടുണ്ട്, രണ്ടാമത്തെ കണ്ണെഴുതിയില്ല, അപ്പോൾ ഓടി. പാൽ കാച്ചലും പണപ്പെട്ടി പൂട്ടലും മുടി ചീകലും. ചിലർ പാൽ കാച്ചുക, സമയമില്ല, അത് വാങ്ങി വയ്ക്കാൻ സമയമില്ല, ഓടി. ചിലവർ പണപ്പെട്ടി തുറന്നു വെച്ചിട്ടുണ്ട്, അടയ്ക്കാൻ മറന്നു, ഓടി. പിന്നെയോ പണപ്പെട്ടി പൂട്ടലും. അവിടെ ഒരു ദീർഘം കമ്മിയാണ്, അതാ ഞാൻ ഒന്ന് പരിങ്ങിയത്. പണപ്പെട്ടി പൂട്ടലും മറന്നു, ഓടി. മുടി ചീകി ചീർപ്പ് തലമുടിയിൽ നിന്നുണ്ട് ഓടിയവർ. അങ്ങനെ ഉണ്ടായത്. കണ്ണാടി നോക്കലും മച്ചിൽ മണിമത്ത വിരയ്ക്കലും മുണ്ണലും കുഞ്ഞിന്നമ്മിഞ്ഞ ഏകലും മറ്റും മാമിതം. ഒരു സാധാരണ സ്ത്രീക്ക് എന്തൊക്കെ ജോലികളുണ്ട്, അതിൽ വ്യാപൃതമായിരിക്കുമ്പോഴാണ് ഈ സംഗീതം കേട്ടത്. അതൊക്കെ അവിടെ തന്നെ നിർത്തി ഓടി. അപ്പോൾ കണ്ണാടി നോക്കലും മച്ചിൽ മണിമത്ത വിരിക്കലും മുണ്ണലും കുഞ്ഞിന്നമ്മിഞ്ഞ ഏകലും മറ്റും മാമിതം സർവവും കൈവെടിഞ്ഞെത്തി വരദൻ വാഴ്വതാം ഇളം. ഭഗവാൻ വരദൻ, വരങ്ങൾ വാരിക്കോരി കൊടുക്കണമെന്നാ ഭഗവാൻ. പിന്നെ എന്താ ഇങ്ങനെ ഗുരുവായൂർ തിരക്ക ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാത്തവർ പിറ്റേ ദിവസം വരുന്ന കൂട്ടത്തിലാണ് എനിക്ക് തോന്നുന്നത്. വരദനായിട്ട് കാണാൻ സാധിക്കുന്നില്ല ആൾക്കാർക്ക്. അപ്പോൾ സർവവും കൈവെടിഞ്ഞെത്തി വരദൻ വാഴ്വതാമിടം. അപ്പം ഞാനവിടെ ഇത് ചിതാകാശത്തേക്ക് തന്നെ നോക്കണം നമ്മൾ. പുണ്യം ഭഗവത് ആഹ്വാനം കേൾക്കിൽ വല്ലോരും ഈ വിധം. പുണ്യം ഭഗവത് ആഹ്വാനം, ഭഗവാൻ ആഹ്വാനം ചെയ്തിട്ടാണ് അവരെത്തുന്നത് അവിടെ. കേൾക്കിൽ വല്ലോരും ഈ വിധം വീട്ടിലും നാട്ടിലും തങ്ങി നിൽക്കുമോ നശ്വരങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ അനശ്വരമായത് അനുഭവിക്കാൻ അവർ പോയത്. സാധാരണക്കാരന് വിവരമില്ലാത്തതുകൊണ്ട് പറഞ്ഞ് പിടിപ്പിക്കാൻ അറിയേണ്ട ആൾക്കാർക്ക് ഇതിൻ്റെ അർത്ഥം പറയണ്ടേ. ഇപ്പം ചില ആൾക്കാർ ഗോപിക ഈ രാസക്രീഡയ്ക്ക് പിന്നെ സ്റ്റേജിൽ വന്ന് ഉമ്മയടിക്കാൻ കൂടി തുടങ്ങിയിട്ടുണ്ട്. എനിക്കറിയില്ല എന്ത് മനസ്സിലാക്കിയിട്ട് അവർ ചെയ്യണത് എന്നുള്ളത്. ഇവിടെ പറയണു പുണ്യം ഭഗവത് ആഹ്വാനം കേൾക്കൽ വല്ലോരും മീതം വീട്ടിലും നാട്ടിലും തങ്ങി നിൽക്കുമോ നശ്വരങ്ങൾ നശിക്കുന്ന കാര്യങ്ങൾ ചോദിച്ച് വാങ്ങരുത് ഈശ്വരൻ്റെ എന്ന്. വീട് വേണം, ഭാര്യ വേണം, ഭർത്താവ് വേണം, കുട്ടികൾ വേണം, ഇതൊന്നും പൂജിച്ച് കിട്ടേണ്ട കാര്യങ്ങളല്ല. തന്നിട്ടില്ലെങ്കിൽ ആലോചിക്കണം, എന്തുകൊണ്ട് എനിക്ക് ഭാര്യയെ തന്നില്ല, എന്തുകൊണ്ട് എനിക്ക് ഭർത്താവിനെ തന്നില്ല. അതിനെ ചുവദോഷം എന്ന് പറയരുത്. എന്തുകൊണ്ട് എനിക്ക് കുട്ടികളുണ്ടായില്ല, കുട്ടി ഉണ്ടായാൽ അത് ഒരു ഏതെങ്കിലും തരത്തിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടറായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? വല്ലവർക്കും ഇത് ചൂന്ന് നോക്കാൻ പറ്റുമോ? കുട്ടിക്ക് എത്ര ബ്രെയിൻ ഉണ്ട് എന്ന് അന്വേഷിക്കാൻ പറ്റുമോ? അപ്പോൾ വീട്ടിലും നാട്ടിലും തങ്ങി നിൽക്കുമോ നശ്വരങ്ങളിൽ ഭർത്താവും അച്ഛനും മറ്റും തടഞ്ഞിടുകിൽ എങ്ങനെ നിന്നിടും പ്രേമപാശത്താൽ. ആ പ്രേമപാശം എന്നുള്ളത് ആധ്യാത്മികമാണെന്നുള്ളത് അറിയണം, ശാരീരികമല്ല. കഥകളി പ്രാന്തന്മാർ കഥകളിയുള്ളവർക്കൊക്കെ അവരെത്തും. അത് കഥകളിയോടുള്ള പ്രേമ. അത് വിചാരിച്ചിട്ട് കഥകളിയിൽ പെൺവേഷം കെട്ടുന്നവരോടോ ആൺവേഷം കെട്ടുന്നവരോടുള്ള പ്രേമല്ല, കഥകളിയോടുള്ള പ്രേമമാണ്. അപ്പോൾ ഈ പ്രേമം എന്ന 2 അക്ഷരത്തിനെ അറിയാതെ കണ്ട് ഭ്രാന്തമായ ചില ഭ്രാന്തികളിൽ പോയി പെട്ടുപോവുക. അപ്പോൾ പറഞ്ഞു അപ്പോൾ തടഞ്ഞിടുകിലെങ്ങനെ നിന്നിടും പ്രേമപാശത്താൽ വലിയും ധന്യഗോപികൾ. അറയിൽ പെട്ടുപോയുള്ള ചില ഗോപികൾ നിർഭരം ധ്യാനിച്ചു പരമാത്മാവോടൈക്യം പ്രാപിച്ചു ധന്യകൾ. ചിലവർ ഓടിപ്പോകുമ്പോൾ അവരുടെ വീട്ടുകാർ പൂട്ടിയിട്ടു. എങ്ങോട്ടേ ഓടിപ്പോണം? കടക്കടയോടെ
അപ്പോൾ ഭഗവാനെ ഭഗവാനെ എന്ന് ആർത്തനാദം മനസ്സിൽ മുഴക്കി വാവിട്ട് അലറി അവർ. ഇത് ആരും കേൾക്കണില്ല, കാരണം അത് മായയാണ്. അവരങ്ങനെ ഭഗവാനോട് ഐക്യപ്പെട്ടു സമാധിയിൽ. നിങ്ങൾക്ക് ഇതിന് അർത്ഥം മനസ്സിലാവുണ്ടോ എനിക്കറിയില്ല. സമാധിയിൽ ധ്യാനിച്ചു പരമാത്മാവോട് ഐക്യം പ്രാപിച്ചു ധന്യകൾ. എത്ര ആൾക്ക് സാധിക്കുന്നത്? ഈ എഴുതി തന്നെ വീണ്ടും വീണ്ടും എഴുതി കോളം നിറച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇന്നിപ്പോൾ എത്ര പിന്നെ ഇത് ഞാനിപ്പോൾ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും ഭാഗവതം മൂലം 73 എപ്പിസോഡ്. എത്ര ആൾക്ക് അതിൻ്റെ അനുഭവരസം പാനം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ ധ്യാനിച്ചു പരമാത്മാവോട് ഐക്യം പ്രാപിച്ചു ധന്യകൾ പാപപുണ്യങ്ങൾ വിരഹ ദുഃഖ ധ്യാനത്തിൽ നീങ്ങിയോർ. പാപപുണ്യങ്ങൾ വിരഹ ദുഃഖ ധ്യാനത്തിൽ നിന്ന് നീങ്ങി. അവർക്ക് വിരഹ ദുഃഖമൊന്നുമില്ല, പാപപുണ്യങ്ങൾ പ്രശ്നമല്ല. ബ്രഹ്മഭാവന വിട്ടുള്ളിൽ കേവലം പ്രിയകാന്തനായി ഗുണസ്വരൂപനായി മാത്രം ഓർക്കിലെങ്ങനെ മുക്തിയാം. നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ബ്രഹ്മഭാവന വിട്ട് ഈശ്വരൻ ബ്രഹ്മമാണ്. ഇന്നിപ്പോൾ ഇത് ഞാൻ ഇന്ന് വൈകുന്നേരം റിലീസ് ചെയ്യാനുള്ള പ്രഭാഷണമാണ് ഇപ്പോൾ പറയണത്. ഞാൻ ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണി, 10:10. ഇനി നാളെ പറയാനുള്ള ഭാഗവതം കൂടി ഞാൻ ഇന്ന് പറയണം. കാരണം ഇന്ന് എനിക്ക് 4:30 മണിക്ക് വീട് വിട്ട് പോകണം. ഒരു 10-23 കിലോമീറ്റർ ദൂരെ, 10-28 10-32 കിലോമീറ്റർ ദൂരെ. അത് അവർക്ക് എന്നെ കാണണം. ഞാൻ പറഞ്ഞു സുബ്രഹ്മണ്യ സ്വാമി അയച്ചതാവും വിളി. കാരണം അവിടെ മെയിൻ ടെസ്റ്റ് സുബ്രഹ്മണ്യൻ. ഗുരുവായൂരപ്പൻ നല്ലൊരു നമ്പറുണ്ട് അവിടെ. ഗുരുവായൂരപ്പൻ എന്താണെന്നാ പറയുക, സാധാരണയ്ക്ക് എതിരായിട്ട് ഉപദേവനായിട്ടാണ് അവിടെ. എന്തോ ആവട്ടെ. അപ്പോൾ ഞാനൊരു 4-5 കൊല്ലം മുമ്പ് ഒരു മഴയത്ത് ഇതേമാതിരി ശ്രീകൃഷ്ണാഷ്ടമിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ആഗ്രഹം രാജേട്ടനെ വിളിക്കണം. ഓ, രാജേട്ടൻ വരാം ഒരു ശൈലി. അപ്പോൾ ബ്രഹ്മഭാവന വിട്ടുള്ളിൽ കേവലം പ്രിയകാന്തനായി ഗുണസ്വരൂപനായി മാത്രം ഓർക്കിൽ എങ്ങനെ മുക്തിയാം. അപ്പോൾ നിങ്ങൾ ഈ കുട്ടികളെയൊക്കെ പെയിൻ്റ് അടിച്ച് പീലിയൊക്കെ തൂക്കി മൂക്കും ചെവിയൊക്കെ ഇങ്ങനെ ഒലിപ്പിച്ച് പോണത് ഗുണസ്വരൂപനായിട്ട് ഗുണാതീതനായിരിക്കുന്ന പരമ്പൊരുളാണ് എന്നുള്ള ഭാവം വന്നാൽ നിങ്ങൾ ജയിച്ചു. അല്ല, ഗുണസ്വരൂപനായിട്ടെന്ന് പറഞ്ഞാൽ മുക്തി കിട്ടില്ല എന്നാണ് പറഞ്ഞത്. പോട്ടെ. വിഷ്ണുരാധൻ്റെ ഈ ചോദ്യം പരീക്ഷത്ത് സുഖബ്രഹ്മർഷി ചോദിക്കുകയാണ്. വിഷ്ണുരാധൻ്റെ ഈ ചോദ്യം കേട്ടുടൻ ബാദരായണി ചൊല്ലിനാൻ ഏവരും നന്നായി കേൾക്കേ ഉച്ചത്തിൽ ഈ വിധം. ചില ആചാര്യന്മാരുണ്ട്, കറണ്ട് പോയ പ്രഭാഷണമില്ല. ഇവിടെ പറഞ്ഞു എന്താ, ബാദരായണി ചൊല്ലിനാൻ ഏവരും നന്നായി കേൾക്കെ ഉച്ചത്തിൽ ഈ വിധം. അന്ന് PS സിസ്റ്റമൊന്നുമല്ലേ. സംശയിക്കാക നീ സച്ചിദാനന്ദത്തിൻ്റെ കട്ടിയാം കൃഷ്ണനെന്നു പലപ്പോഴും മുമ്പിൽ ഞാൻ ഓതിയില്ലയോ. പരീക്ഷത്തെ ഇപ്പം എന്താ ഈ ചോദ്യം ഇങ്ങനെ വരാൻ കാരണം? എന്താ സംശയത്തിന് കാരണം? ഞാൻ പറഞ്ഞിട്ടില്ലേ, സംശയിക്കായിക നീ. പരീക്ഷത്തെ നീ സംശയിക്കരുത്. സച്ചിദാനന്ദത്തിൻ്റെ കട്ടിയാം കൃഷ്ണനെന്നു പലപ്പോഴും. സത്ത് ചിത്ത് ആനന്ദം, സച്ചിദാനന്ദൻ. സത്ത് ചിത്ത് ആനന്ദം. സത്ത് എവിടെയാണ്? എസൻസ് എവിടെയാണ്? ചിദാകാശ ഗുഹയിൽ ഭഗവാൻ. സച്ചിദാനന്ദത്തിൻ്റെ കട്ടിയാം കൃഷ്ണനെന്നു പലപ്പോഴും മുമ്പിൽ ഞാനോതിയില്ലയോ. ദേഷിച്ചു ശിശുപാലനും മുക്തിയാമെങ്കിൽ ഇത്രയും പ്രേമിക്കും ഭാഗ്യവതികൾക്കിനിയും സംശയിക്കയോ. ദേശബുദ്ധിയോട് കൂടിയിരിക്കുന്ന ശിശുപാലനു കൂടി ഭഗവാൻ മോക്ഷം കൊടുക്കുമ്പോൾ ഇത്രയും പ്രേമിക്കും ഭാഗവതികൾക്കിനിയും സംശയിക്കയോ.
ഈ പ്രേമം ശാരീരിക അല്ലാതെ പറഞ്ഞില്ലേ, പിന്നെന്താ ആധ്യാത്മികല്ലേ? എമ്മട്ടിലെങ്കിലും മർത്യൻ ബന്ധമെന്നിൽ പുലർത്തുകിൽ, ഭഗവാൻ പറയണേ, എമ്മട്ടെങ്കിലും മർത്യൻ ബന്ധം എന്നിൽ പുലർത്തുകിൽ. ഇപ്പോൾ കൃഷ്ണ ഒരു ആൾ കക്കാൻ പോവാണ് കൃഷ്ണൻ്റെ അമ്പലത്തിൽ. കൃഷ്ണ എന്നെ പിടിക്കപ്പെടരുതേ. ഓ ശരി. അങ്ങനെയാണ് അദ്ദേഹം. ഈ കക്കരുത് എന്ന് എപ്പോൾ കള്ളൻ മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്യണു, അന്നേ മുക്തി കിട്ടുള്ളൂ. അതുവരെ അടി കിട്ടാണ്ട് നോക്കും പോകാൻ. എമ്മട്ടിലെങ്കിലും മർത്യൻ ബന്ധം എന്നിൽ പുലർത്തുകിൽ, അവനെ കാത്തുരക്ഷിക്കും എന്നോർത്തു കരുണാനിധി നിർഗുണത്വാതെ വിട്ട് ഈ മട്ട് അമ്പാർന്ന് അവതരിക്കവേ പിന്നെയും സംശയിച്ചിടുന്നവൻ എത്ര കൃതജ്ഞനാം. ഇപ്പം എന്താ പറഞ്ഞത്? നിർഗുണത്വാദി വിട്ട് ഈ മട്ട് അമ്പാർന്ന് അവതരിക്കവേ, കൃഷ്ണനായിട്ട് അവതരിച്ചു, അല്ലെങ്കിൽ ബലരാമനായിട്ട്, അല്ലെങ്കിൽ പരശുരാമനായിട്ട്, അല്ലെങ്കിൽ കൂർമ്മയായിട്ട്, വരാഹമായിട്ട്, മത്സ്യമായിട്ട്, നരസിംഹമായിട്ട്. ഉദ്ദേശം എന്താ? നല്ലവരെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിർഗുണത്വാദി വിട്ട് ഈ മട്ട് അമ്പാർന്ന് അവതരിക്കവേ പിന്നെയും സംശയിച്ചിടുന്നവൻ എത്ര കൃതജ്ഞനാം. കൃതജ്ഞത ഇല്ലാത്തവനെയാണ് കൃതജ്ഞൻ എന്ന് പറയാം. രാമായണം 6 പ്രാവശ്യം വായിച്ചിട്ടും രാമനക്ക് സീത എപ്പടിയെന്ന് ചോദിച്ചപ്പോൾ എന്താ പറയുക? ജീവന്മാർ ഈശ്വരാംശങ്ങൾ, ശ്രദ്ധിക്കുക. ജീവന്മാർ ഈശ്വരാംശങ്ങൾ തന്നെയാണ് ഓർക്കില്ലെങ്കിലും ഇന്ദ്രിയാധീനരായി അങ്ങ് അലഞ്ഞു പലമാതിരി. ഇന്ദ്രിയങ്ങളെ ജയിച്ചിട്ടാണെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. ഇവരോടിയത് എങ്ങനെയാണ്? ഇന്ദ്രിയങ്ങളെ മാറ്റിയിട്ടാണ്. ഇന്ദ്രിയാധീനരായ അങ്ങിങ്ങലഞ്ഞു പലമാതിരി വിക്ഷേപം കൊണ്ടു വിജ്ഞാനം മൂടി നിൽക്കുക. കാരണം വിക്ഷേപം എന്ന് പറഞ്ഞാൽ ഇളകുന്നുണ്ടോ എന്നുള്ള സംശയം, അല്ലെങ്കിൽ ആവരണം, ഇങ്ങനെ രണ്ടെണ്ണമാണ് മായ. വിക്ഷേപം കൊണ്ടു വിജ്ഞാനം മൂടി നിൽക്കുക. കാരണം സച്ചിദാനന്ദ സൗഭാഗ്യം പ്രകാശിക്കായിക മാത്രമാം. സച്ചിദാനന്ദ സൗഭാഗ്യം പ്രകാശിക്കായിക മാത്രമാം മർത്യവേഷത്തിൽ വന്നാലും മാനിടാ വസ്തു വൈഭവം. ഭഗവാൻ ഏത് രൂപത്തിൽ വന്നാലും ഈശ്വരന് അവിടുന്ന് നിന്നും സർവത്ര സ്വതന്ത്രനാം. ഈശ്വരൻ എന്ത് കാര്യം ചെയ്യാനും സ്വാതന്ത്ര്യമുള്ള ആളാണ്. കാമം, ക്രോധം, ഭയം, സ്നേഹം, ഐക്യം, സൗഹൃദം എന്നിവ ഭഗവാൻ ഉറപ്പിക്കുന്നവൻ തന്മയനായി വരും. സായുജ്യ സാരൂപ്യ സാലോക്യാദികൾ കൊടുക്കാൻ ഭഗവാൻ തയ്യാറാണ്. കാമം, ക്രോധം, ഭയം, സ്നേഹം, ഐക്യം, സൗഹൃദം എന്നിവ ഭഗവാൻ ഉറപ്പിക്കുന്നവൻ തന്മയനായി വരും. മാർഗമേതാകിലും ലക്ഷ്യം മാറാകിൽ മതിയെങ്കിലും. ശുദ്ധബുദ്ധിയോട് കൂടിയിട്ടോ വളഞ്ഞ ബുദ്ധിയോട് കൂടിയിട്ടോ എന്തായാലും ശരി, ലക്ഷ്യം ഈശ്വരോപാസനയാണെന്ന് മനസ്സിലാക്കിയാൽ അത് തന്നെ നമ്മൾ ശ്ലാഘിക്കണം. അപ്പോൾ മാർഗമേതാകിലും ലക്ഷ്യം മാറാകിൽ മതിയെങ്കിലും അനന്ത കല്യാണ ഗുണകരണാം കമലാക്ഷനെ പറ്റി പറഞ്ഞു. ആരാ? അനന്ത കല്യാണ ഗുണകരനാം. എത്ര അത് പറയാൻ പറ്റില്ല. വൈരാദികൾ വളർത്തിയിടും മനുജൻ ദയനീയനാം. എങ്ങും നേർവഴിയുള്ള ഇടം മധുതാനല്ലയോ ഗുണം. വൈരാദികൾ വളർത്തിയിടും മനുജൻ, വൈരങ്ങൾ ശത്രുത വളർത്തിയിടും മനുജൻ ദയനീയനാം. എങ്ങും നേർവഴിയുള്ള ഇടം മധുതാനല്ലയോ ഗുണം. സർവർക്കും സുഗമമായ ഉപായം സർവർക്കും സുഗമോപായം ഭക്തി എന്നരുൾ ചെയ്കയാൽ മറ്റുള്ളതെല്ലാം പ്രത്യേകം എന്നോർക്കും ബുദ്ധിയുള്ളവൻ. ഭക്തി ജ്ഞാന വൈരാഗ്യം ഉണ്ടായാൽ സംഭവിക്കാൻ പാടില്ലാത്തതായിട്ട് ഒന്നുമില്ല. ജന്മം മുതൽക്കേ ഭഗവത് കാരുണ്യ അമൃതം ഇത്രയും ആസ്വദിച്ചു വളർന്നുള്ളോരങ്ങോതീടരുതാവിധം. ജന്മം മുതൽക്കേ ഭഗവത് കാരുണ്യാമൃതം ഇത്രയും ആസ്വദിച്ച് വളർന്നുള്ളോർ അങ്ങ് ഓതിയിടരുതാവിധം. ഏതുപോലെ? ഭഗവാൻ ചെയ്തത് ശരിയായോ?
8 വയസ്സുകാരനെ എങ്ങനെയാണ് സ്ത്രീകളെ രമിപ്പിക്കുക എന്നൊക്കെ ചോദിച്ചാൽ ആസനം പൊക്കി പടയ്ക്കണം, നല്ല പടപടയ്ക്കണം, അടിച്ച് തോലിരിക്കണം തന്നെ. ആരാ അങ്ങനെ ചോദിച്ചത് വെച്ചാൽ കയ്യിലൊരു വടി കരുതുക. ഇപ്പം ഒക്കെ കിട്ടും, ഒരു ചാൺ നീളം ഉണ്ടാവുള്ളൂ, അതിങ്ങനെ വീശിയാൽ അതിൻ്റെ 3 ഇരട്ടി, അപ്പം 4 ചാണകം മതി കൊടുക്കന്നെ. ആരെങ്കിലും ഹിന്ദുത്വത്തെ പ്രകോപിപ്പിച്ചാൽ വേറെ നിർത്തില്ല. അപ്പോൾ ജന്മം മുതൽക്കേ ഭഗവത് കാരുണ്യാമൃതം ഇത്രയും ആസ്വദിച്ചു വളർന്നുള്ളോരങ്ങോ തിടരുതാവിധം വൃക്ഷങ്ങളും മുക്തി അണഞ്ഞിടും മാർ അലിവേന്തുകിൽ. അൾട്ടിമേറ്റ് ദേവന്മാർ, അതായത് ഈശ്വരൻ വൃക്ഷങ്ങളും മുക്തി അണഞ്ഞിടും ആരിൽ ഇവ എന്തുകിൽ ആ മഹാപ്രഭു ഓർത്തിയിടിൽ എന്തും സാധ്യം ജഗത്തിതിൽ. ഭഗവാൻ വിചാരിച്ചാലാണോ ഹരിദാസെ നമ്മളെ രക്ഷിക്കാൻ സാധിക്കാത്തത്? അങ്ങനെ ഒരു പ്രശ്നം വരാൻ പാടില്ല. ഭഗവത് കൃപ ഭഗവാൻ നിശ്ചയിക്കുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടല്ല. നമ്മൾ എത്രത്തോളം ഭഗവാന്റെ കൃപയ്ക്ക് പാത്രീഭൂതരാവണു, സത്കർമ്മം ചെയ്ത് സത്കർമ്മനിരതന്മാർ സദാസമയത്തും സത്കർമ്മങ്ങളെ ചെയ്യുള്ളൂ എന്ന് നമ്മളോട് വാശി പിടിച്ചു നോക്കൂ. അതാണ് നേടാത്തതായിട്ടൊന്നുമില്ല. പിന്നെ വൃക്ഷങ്ങളും മുക്തി അണഞ്ഞിടും ആരിൽ അലുവെന്തുയിൽ ആ മഹാപ്രഭുവോടത്തേടിലെന്തും സാധ്യം ജഗത്തിൽ. കേൾക്കൂ വേണുസ്വനം കേട്ടു വന്ന ഗോപികളോടുടൻ. കേൾക്കൂ വേണുസ്വനം, വേണുവിൻ്റെ സ്വരം അല്ലെങ്കിൽ വേണുവിൻ്റെ മുളയുടെ അല്ലെങ്കിൽ ഓടക്കുഴൽ നാദം. കേൾക്കൂ വേണുസ്വനം കേട്ടു വന്ന ഗോപികളോടുടൻ. ചോദിച്ചാൻ വാഗ്വിലാസത്തിൽ അവർ മോഹിച്ചുവും വിധം. അവർ മായയിൽ കുടുങ്ങുന്ന പോലെ നഷ്ടം. ഭഗവാൻ ചോദിച്ചു, നിങ്ങൾ വന്നത് സന്തോഷം ഇപ്പോൾ ചെയ്യേണ്ടതെന്നു ഞാൻ. വിശേഷം ഒന്നുമില്ലല്ലോ വന്ന കാരണം മോദുവിൻ. ഇപ്പം എന്തിനാ വന്നതെന്ന് ശരൽക്കാലത്ത് നിങ്ങൾ വരിൻ എന്ന് പറഞ്ഞു. അതൊക്കെ ഭഗവാൻ അണ്ടർസ്റ്റുഡാണ്, അവിടെ നിർത്തി. വിശേഷം ഒന്നുമില്ലല്ലോ വന്ന കാരണം മോദുവിൻ. നിൽപ്പതെന്തിനിയും രാവാണല്ലോ പെൺമണിമാർകളെ കണ്ടില്ലേ വെണ്ണിലാവിങ്കൽ മിന്നും വൃന്ദാവനാന്തരം. ഈ വൃന്ദാവനത്തിൻ്റെ അങ്ങുഭാഗത്ത് കാടിലൊക്കെ നിൽപ്പതെന്തിനിയും രാവാണല്ലോ പെൺമണിമാർകളെ. രാവല്ലേ, രാത്രിയായില്ലേ, ഇപ്പം എന്താ നിങ്ങൾ ഇങ്ങനെ വന്നത്? കണ്ടില്ലേ വെണ്ണിലാവിങ്കൽ മിന്നും വൃന്ദാവനാന്തരം. ഒരാളും നിങ്ങളിവിടം വന്നതായൊരു മട്ടിലും അറിയില്ല, അത്രയോ കൊച്ചു പൈതങ്ങൾക്കറിയില്ലയോ. നിങ്ങളിവിടെ ഇങ്ങനെ ആരോടും പറയാണ്ട് വന്ന നിങ്ങളുടെ കൊച്ചുമക്കളൊക്കെ കരഞ്ഞ നിങ്ങളെന്താ ചെയ്യുക? ഭർത്താവ്, അച്ഛൻ, അമ്മ, അനിയനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടവരല്ലേ. അതിനാൽ ഇനി വൈകാതെ നിങ്ങൾ തൻ പ്രിയകാന്തനെ ശുശ്രൂഷിപ്പീൻ, അതല്ലെങ്കിൽ അധർമ്മം ഉളവായി വരും. അതിന് രണ്ടർത്ഥം പറഞ്ഞു. ഈശ്വരോപാസനയ്ക്ക് വിമുഖത അല്ല, ഈശ്വരോപാസന അതായത് അവരവരുടെ കടമകളും കടപ്പകളും വരുമ്പോൾ ഈശ്വരോപാസന രണ്ടാമത് നിൽക്കണം. അച്ഛൻ, അമ്മ, ഭാര്യ, മക്കൾ, ഭർത്താവ്, മക്കൾ അവരെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ വിമുഖത കാട്ടിയിട്ട് അമ്പലത്തിൽ പോയി യാതൊരു കാര്യമില്ല. എന്ത് ജോലി ചെയ്യുമ്പോഴും അത് ഈശ്വര സേവയായിട്ട് കണക്കാക്കാൻ സാധിക്കണം. അച്ഛന് മരുന്ന് പറ്റി കൊടുക്കുകയാണ് കാലിൽ, അല്ലെങ്കിൽ അച്ഛന് കുറച്ച് കർപ്പൂരാതി തൈലോ പിണ്ടത്തൈലോ ഒന്ന് ചൂടാക്കിയിട്ടൊന്ന് തലോടി കൊടുത്തു നോക്കൂ. അമ്മയ്ക്ക്, ഭർത്താവിന്, ഭാര്യയ്ക്ക് ഇങ്ങോട്ടും വേണം. എന്തിനാ വേണ്ടാക്കുന്നത്? ഇതൊക്കെ ചെയ്താൽ എന്താ ഗുണം? അവരവരുടെ ഹൃദയപത്മത്തിലുള്ള ചൈതന്യം, എൻ്റെ മകൻ എല്ലാം വിട്ടുനിന്നിട്ടതാ എന്നെ ശുശ്രൂഷിക്കുന്നു. ആ ആത്മാവ്, ആ വ്യക്തിയിലുള്ള ആത്മാവ് സന്തോഷിച്ചാൽ മതി. ഒന്നും കെട്ടിത്തരേണ്ട ആവശ്യമില്ല. പാർട്ടീഷനിൽ 4 തങ്ങ് തന്നില്ല, അല്ലെങ്കിൽ പ്ലാവ് തന്നില്ല അച്ഛനൊന്നും പറഞ്ഞിട്ട് അച്ഛനെ ശുശ്രൂഷിക്കാതെ ചിന്തിക്കരുത്. പിന്നെ ചിലവർ എന്താ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നത്? എടാപ്പ, ഞാനൊക്കെ ഭാഗവതം പഠിച്ചത് വളരെ നന്നായി. എന്താ അങ്ങനെ സംസാരിക്കാൻ അറിയോ? കുറച്ച് ഒരു കഥ പറഞ്ഞു തരാം.
എൻ്റെ അച്ഛൻ പാടൂർ ഗ്രാമക്കാരനാണ്. നല്ലൊരു വീടുണ്ട്, വേറെ ഒന്നിലും പെടാത്തൊരു വളപ്പുണ്ട്. ഈ ഉള്ള എക്സിസ്റ്റിംഗ് തറവാടിന് ധാരാളം വളപ്പുണ്ട്. അത് കൂടാണ്ട് ക്ഷേത്രത്തിന് പിന്നിൽ ഒരേക്കറോളം പുളിമരം നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇതൊന്നും കാലാകാലമായിട്ട് പാർട്ടീഷൻ നടത്തിയില്ല. ഇപ്പം ഞങ്ങൾക്കൊന്നും വേണ്ട, കാരണം ഞങ്ങൾ അച്ഛനും അമ്മയും ഇൻ്റർകാസ്റ്റ് മാരേജ് എന്നുണ്ടെങ്കിൽ ചിലവർ ചോദിക്കും, തരാന്ന് പറഞ്ഞാലും വാങ്ങലേ ഞങ്ങൾ, തന്നിട്ടുമില്ല വാങ്ങൂല ഞങ്ങൾ. കാരണം എന്താ, ഭാഗവതം പറയണു, ബ്രാഹ്മണൻ്റെ സ്വത്ത് വാടില്ല. അത് പച്ചനായിട്ട് തരികയാണെങ്കിലും ശരി. കാരണം അതിലും വേറെയും ആൾക്കാരുണ്ടല്ലോ. ഈശ്വരൻ്റെ അമ്പലത്തിന് മുതൽ പിന്നെയും വാഴും, ബ്രാഹ്മണൻ്റെ വാഴില്ല. അതാ ഞാൻ പറഞ്ഞത്, ഭാഗവതം പഠിക്കാൻ നന്നായത്. എന്നാൽ എനിക്ക് വല്ല കമ്മിയുണ്ടോ? എനിക്കെന്നല്ല, ഞങ്ങൾക്ക് ഒരു കമ്മിയുമില്ല. കമ്മി ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ബുദ്ധിമുട്ടൊക്കെ ഭഗവാൻ മാറ്റി തന്നു. സ്വന്തം വീടും ഏറ്റവും വലുത് കുട്ടികളെ ഭഗവാൻ അങ്ങേയറ്റം പഠിപ്പിച്ച് നന്നാക്കി. അപ്പം എന്താ അതൊക്കെ പറയാൻ കാരണം, ഒരാളും നിങ്ങൾ ഇവിടം വന്നതായൊരു മട്ടിലും അറിയില്ല, അത്രയോ കൊച്ചുവൈതങ്ങൾക്കറിയില്ലയോ. അച്ഛനും മറ്റു വല്ലോരും തിരഞ്ഞ് ഈ രാവിൽ നിങ്ങളെ കാണാതെ അങ്ങിങ്ങ് അലഞ്ഞിടും, സംശയിക്കേണ്ട പോവ അതിനാലിനി. അപ്പം സംശയിക്കേണ്ട പോവതിൽ അതിനാലിനി വൈകാതെ നിങ്ങൾ തൻ പ്രിയകാന്തനെ ശുശ്രൂഷിപ്പിൻ അതല്ലെങ്കിൽ അധർമ്മമുളവായി വരും. അപ്പോൾ അമ്മയെ ശുശ്രൂഷിക്കാണ്ട്, അച്ഛനെ ശുശ്രൂഷിക്കാണ്ട്, ഭർത്താവിനെ ശുശ്രൂഷിക്കാണ്ട്, ഭാര്യയെ ശുശ്രൂഷിക്കാണ്ട് ശബരിമലയ്ക്ക് പോയി യാതൊരു കാര്യമില്ല. അധർമ്മമുളവായി വരും. അതാണ് മനസ്സിലാക്കേണ്ടത്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ ചെയ്തിട്ടില്ലെങ്കിൽ അത് അധർമ്മമാണ്. ഇന്നല്ലെങ്കിൽ നാളെ പണിഷ്മെൻ്റ് ഉണ്ട്. ഈ പണിഷ്മെൻ്റ് എപ്പോഴാണ് വരിക? സമ്പാദിച്ച സദ്ഗുണങ്ങൾ പുണ്യം അനുഭവിച്ച് തീർന്ന പിന്നങ്ങോട്ട് വരികയായി ദോഷങ്ങളുടെ. അപ്പോൾ അതുവരെ കാത്തിരിക്കരുത്. എനിക്ക് പുണ്യമുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ അച്ഛനമ്മയെ ഗുരുവിനെ മാനിക്കാതെയാണ് പോകാൻ പാടില്ല. അവരെ ശുശ്രൂഷിക്കണത് തന്നെ ഒരു ഈശ്വരാരാധനയാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടായാൽ നമ്മൾ രക്ഷപ്പെടാം. നിങ്ങൾ തൻ വരവൊട്ടേറെ യുക്തമാണ്, ഇല്ലാ സംശയം. ശ്രദ്ധിക്കണം ഭഗവാന്റെ വാക്കുകൾ. നിങ്ങൾ തൻ വരവൊട്ടേറെ യുക്തമാണ്. നിങ്ങൾ വന്നത് ശരിയാണ്, ഞാൻ വിളിച്ചു, നിങ്ങൾ വന്നു. ഇല്ലാ സംശയം ഉൾപ്രീതി വെപ്പതുണ്ട് എന്നിൽ വെറും ജന്തുക്കൾ കൂടിയും. ഉൾപ്രീതി വെപ്പതുണ്ട്. ഉൾപ്രീതി വെപ്പതുണ്ട്. ഉൾപ്രീതി വെപ്പതുണ്ട് എന്നിൽ വെറും ജന്തുക്കൾ കൂടിയും. പക്ഷികൾ, മൃഗങ്ങൾ ഒക്കെ എൻ്റെ ഓടക്കൊള്ളിൽ കേട്ടാൽ വരും. പക്ഷെ അവരെ ശാസിക്കാൻ ആരുമില്ല. മനുഷ്യന്മാരെ ശാസിക്കാൻ ആൾക്കാരുണ്ട്. പതിശുശ്രൂഷയാണെന്നും സ്ത്രീകൾ തൻ മുഖ്യമാമ്രതം. ഇതിപ്പോൾ എത്ര ആൾക്കറിയാം? ഭർത്താവിൻ്റെ ജോലി പോയാൽ നിങ്ങൾ ജോലിയായിട്ട് എന്നെ വിളിക്കണപ്പാ, ഞാൻ വരാം, ഞാനിതാ പോകുന്നു മഹേശ്വരി എന്ന് പറയുന്ന ആൾക്കാരാണ് ജാസ്തി. പതിശുശ്രൂഷയാണെന്നും സ്ത്രീകൾ തൻ മുഖ്യമാമ്രതം. മറ്റുള്ളവരെയും വീട്ടിൽ പ്രീതിയോടെ ഭജിക്കലും. വൃദ്ധൻ, വിരൂപൻ, ദുശ്ശീലൻ, ദരിദ്രൻ, മൂടനെങ്കിലും വിടായക പതി നിഷ്പാപനെന്നാലെന്നും സ്ത്രീജനം. ഇനി ചിലവർക്ക് വിവാഹം കഴിയും, 10-15 വയസ്സൊക്കെ പ്രായ വ്യത്യാസം ഉണ്ടാകും പണ്ടത്തെ കാലത്ത്. അല്ലെങ്കിൽ സംഗതി വെച്ചാൽ നല്ല യുവകോമളനായിരിക്കുന്ന ഭർത്താവ് പെട്ടെന്ന് ശരീരമൊക്കെ ചുക്കിച്ചുളിഞ്ഞ് വൃദ്ധാവസ്ഥയെ പ്രാപിച്ചു എന്ന് വരാം. ചിലവർ വിരൂപനായി എന്ന് വരാം, ചിലവർ ദുശ്ശീലമുള്ളവനായി എന്ന് വരാം, ചിലവർ ദരിദ്രനായി എന്ന് വരാം, ചിലവൻ ബുദ്ധിയില്ലാത്ത മൂഢനാണ്.
അങ്ങനൊക്കെ ആണെങ്കിലും വിടായിക പതി നിഷ്പാപനെന്നാലെന്നും സതീജനം പാപം ചെയ്യാത്തവനാണെങ്കിലും സതീജനം കുലസ്ത്രീകൾക്കു മറ്റോനെ നോക്കിയിടിൽ നരകപ്രദം. വേറൊരാളെ നോക്കിയാൽ നരകപ്രദാതാവുള്ളത്. ഭയം നിന്ദ്യവും ആണെന്ന് അല്ല ഇഹവും പരവും കെടും. ഭയം നിന്ദ്യവുമാണെന്നല്ല. ഭയം നിന്ദ്യവും, അതായത് ഈ സ്വന്തം ഭർത്താവിൻ്റെ മോശമായ അവസ്ഥയെ നിന്ദിച്ചുകൊണ്ട് നമ്മൾ വേറൊരാളിൽ അഭയം ഏൽക്കുകയാണെങ്കിൽ നിന്ദ്യവുമാണെന്നല്ല ഇഹവും പരവും കേടും. ഈ ജന്മവും നിങ്ങൾക്ക് നാശം വരും, അടുത്ത ജന്മവും നാശാവും. എന്തുകൊണ്ടാണ് പുരുഷന്മാരെ പറ്റി പറയാത്തത്? ഞാൻ പറയാം. ഒരു പുരുഷൻ നന്നായാൽ ഒരു വ്യക്തി നന്നായി എന്നേ ഉള്ളൂ. നേരെ മറിച്ച് ഒരു സ്ത്രീ നന്നായാൽ ഒരു കുടുംബം നന്നായി എന്നാണ്. ഇപ്പോൾ പലവരും ചോദിക്കും, എന്താ സ്ത്രീകൾക്ക് മാത്രം പീനൽ കോഡ്സ്, പുരുഷനില്ല? വേണ്ട, പറഞ്ഞ പ്രശ്നമുണ്ടോ? അപ്പോൾ പക്ഷെ അവിടെ വേറൊരു കാര്യം പറയണം. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതയെന്ന് പറഞ്ഞാൽ അച്ഛനാലും സഹോദരനാലും ഭർത്താവിനാലും മകനാലും സ്ത്രീ സംരക്ഷിക്കപ്പെടണമെന്ന് പറയുമ്പോൾ ആർക്കാണ് സ്വാതന്ത്ര്യം ഇല്ലാത്തത്? പുരുഷനാണ് സ്വാതന്ത്ര്യം ഇല്ലാത്തത്. പുരുഷൻ എപ്പോഴും സ്ത്രീയുടെ സേഫ്റ്റി നോക്കി നടക്കേണ്ട ആളാണെന്നാണ് പറഞ്ഞത്, പല ഭാവത്തിലും. ആകയാൽ വെറുതെ നിൽപ്പത് എന്തിനാം സഖിമാർകളെ, ആകയാൽ വെറുതെ നിൽപ്പതെന്തിനാം സഖിമാർകളെ, വീട്ടിൽ പോവരുതേ. പോയിക്കൂടെ? നിങ്ങൾ എന്തേ മിണ്ടായ്പത് ഈ വിധം? എന്താ മിണ്ടാണ്ടിരിക്കുന്നത്? പ്രിയൻ്റെ വാക്കിൽ ഉൾത്തിങ്ങും പൊരുൾ ആ ഗോപകന്യകൾ തെറ്റിദ്ധരിച്ച് അതിസ്നേഹം നിമിത്തം മാറി നിന്നുടൻ. ഈ തെറ്റിദ്ധരിക്കാൻ നമ്പർ 1 സ്ത്രീകൾ. പ്രിയൻ്റെ വാക്കിൽ ഉൾത്തിങ്ങും പൊരുൾ ആ ഗോപകന്യകൾ തെറ്റിദ്ധരിച്ച് അതിസ്നേഹം നിമിത്തം മാറി നിന്നുടൻ. അതായത് ഒന്നും പറയണ്ട, അവരെ നഷ്ടക്കച്ചവടം വന്ന കൂട്ടത്തിൽ മാറി നിന്നുടൻ. അവസാനത്തെ ശ്ലോകം. മിന്നീടും മുഖകമലം കുനിച്ച് ഓമൽ കണ്ണീരാൽ കുളിർ കുജകുങ്കുമം നനച്ചും മണ്ണിൽ പൂങ്കുഴൽ വിരലാൽ കളം വരച്ചും. ആ ഒരവസ്ഥ ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങളെ അപമാനിക്കാണെന്ന് ഇവർ തെറ്റിദ്ധരിച്ചു. അതാണ് തെറ്റിദ്ധാരണ. അങ്ങനെയല്ല. മിന്നീടും മുഖകമലം വരുമ്പോൾ നല്ല ഉഷാറിലായിരുന്നു. കുനിച്ച്, ഇദ്ദേഹം പറഞ്ഞതോടുകൂടി കുനിച്ച് ഓമൽ കണ്ണീരാൽ കുളിർ കുജകുങ്കുമം നനച്ചും, അതായത് അവരുടെ മുലക്കച്ചയുടെ മേലുള്ള കുങ്കുമൊക്കെ നനച്ചു. മണ്ണിൽ പൂങ്കഴൽ വിരലാൽ കളം വരച്ചും, തള്ളവിരലുകൊണ്ട് ഇങ്ങനെ കളം വരച്ചും ചൊന്നാർ അസതികൾ മുകുന്ദനോട് ഈ വണ്ണം. ഏത് വണ്ണം എന്നുള്ളത് അടുത്ത പ്രാവശ്യം പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.